Hello friends, welcome to my channel shajals Crochet. ഇന്ന് നമുക്ക് ഒരു ബാഗ് ക്രോഷ്യ ബാഗ് എങ്ങനെ ചെയ്യാം ഈസി ആയിട്ടെന്നുള്ളത് നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. ബിഗിനർ ആണെങ്കിൽ കൂടി ചെയ്യാൻ പറ്റുന്നതാണിത്. ഇതിൽ രണ്ട് ടൈപ്പ് സ്റ്റിച്ചസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പഫ് സ്റ്റിച്ചും പിന്നെ ഒന്ന് ഹാഫ് ഡബിൾ ക്രോഷ്യയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ബേസിക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനിവിടെ 2 യാൺ ഒരുമിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. 2 സ്ട്രാൻഡ്സ് ഒരുമിച്ച് വെച്ചിട്ടാണ് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം എൻ്റെ യാണിൻ്റെ തിക്നെസ് കുറച്ച് കുറവായത് കാരണം. നമുക്കൊരു മാജിക് റിങ് ഇടാം. അതിന് വേണ്ടിയിട്ട് യാൺ ഇങ്ങനെ എടുത്ത് ഈ ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ചെയിൻ ഇടാം. ചെയിൻ ഇടുന്നത് ഈ ഒരു സർക്കിൾ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 6 7 8 9 10 10 സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇനി ഒരു യാണിങ്ങനെ നമ്മൾ പുൾ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് ജോയിൻ ചെയ്യാം. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുമ്പോഴത്തേക്കും ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആവും. ഒരു ചെയിൻ ഇട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെയിം സ്പേസിൽ തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് 1 2 3 4 5 ഞാനിപ്പോൾ 5 പ്രാവശ്യം യാൺ ഓവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ നെക്സ്റ്റ് സ്പേസിൽ അതേപോലെ തന്നെ 5 ടൈംസ് 1 2 3 4 5 ടൈംസ് ഇതേപോലെ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ ഇതേപോലെ തന്നെ നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ 5 ടൈംസ് നമ്മളിങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് 3 4 5 ടൈംസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യയിലും ഇതേപോലെ തന്നെ പഫ് സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 10 പഫ് സ്റ്റിച്ച് ചെയ്തു. ഇനി ആദ്യത്തെ സ്പേസിൽ ആദ്യത്തെ പഫ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഉള്ള സ്പേസിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിവിടെ 10 പഫ് സ്റ്റിച്ചസ് കിട്ടി. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലോട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് എഗെയിൻ നമ്മളിങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് യാൺ ഓവർ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് 1 2 3 4 5 ക്ലോസ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് സ്പേസിൽ ഇവിടെ ഒരു പഫ് സ്റ്റിച്ച് ഇട്ടു. ഇനി സെക്കൻഡ് സ്പേസിൽ യാൺ ഓവർ ചെയ്തിട്ട് 1 2 3 4 5 എഗെയിൻ സെയിം സ്പേസിൽ തന്നെ ഒരു പഫ് സ്റ്റിച്ചും കൂടി ഇടുക നമ്മൾ. അപ്പോൾ ആദ്യത്തേൽ ഒരെണ്ണം ഇട്ടു, രണ്ടാമത്തേൽ 2 2 3 4 5 ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത സ്പേസിലോട്ട് വരുമ്പം ഇവിടുത്തെ പോലെ തന്നെ ഒരു പഫ് സ്റ്റിച്ച് മാത്രം ഇട്ടാൽ മതി. 1 2 3 4 5
ഈ നെക്സ്റ്റിൽ പോകുമ്പോൾ ഇൻക്രീസ് ആവും. 1 2 3 4 5. 1 2 3 4 5. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ആയി 1 2 1 2. ഈ ഒരു സീക്വൻസിൽ നമ്മളിവിടെ ഈ അറ്റം വരെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് 1 ഇടും, പിന്നെ 2 ഇടും, പിന്നെ 1 2 1 2 അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടലി 15 പഫ് സ്റ്റിച്ചസ് ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ കിട്ടും നമുക്ക്. സോ ഇവിടെ ലാസ്റ്റത്തിൽ 2 പഫ് സ്റ്റിച്ച് ഇട്ടു, അത് ക്ലോസ് ചെയ്തു. ഇനി ഈ ഫസ്റ്റ് പഫ് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്കിവിടെ ഇതൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 15 സ്റ്റിച്ചസ് കിട്ടി സെക്കൻഡ് റൗണ്ടിൽ. ഇനി തേർഡ് റൗണ്ടിൽ ഒരു ചെയിൻ ഇട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം യാൺ ഓവർ അതിൻ്റെ ഉള്ളിൽ ഒരു പഫ് സ്റ്റിച്ച് ഇടാം. അപ്പോൾ 2 3 4 5 ക്ലോസ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് സ്പേസിലും അതേപോലെ തന്നെ കുറച്ചിങ്ങനെ ആക്കിയിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ത്രെഡ് ഇതിൽ കുടുങ്ങി പോകും. 1 2 3 4 5 ക്ലോസ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ നെക്സ്റ്റ് സ്പേസിൽ ഒരു പഫ് സ്റ്റിച്ച് 1 2 3 4 ആൻഡ് 5. ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് വരെ, ഈ റൗണ്ട് ലാസ്റ്റ് വരെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, ഓരോ സ്പേസിലും ഓരോ പഫ് സ്റ്റിച്ച്. ഇവിടെ നമ്മൾ റൗണ്ട് 3 കംപ്ലീറ്റ് ആക്കി. ഇനി ഇത് ഈ ഒരു പഫ് സ്റ്റിച്ച്, ആദ്യത്തെ പഫ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്ത് നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റൗണ്ടിലും നമുക്ക് 15 സ്റ്റിച്ചസ് ആണ് കിട്ടിയത്. എന്നിട്ട് ഹൈറ്റ് ഇങ്ങനെ ഒരു ചെയിൻ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഗെയിൻ ഈ ഒരു സ്പേസിൽ 1 2 3 4 5 ഒരു പഫ് സ്റ്റിച്ച് ഇട്ടു. നെക്സ്റ്റ് സ്പേസിൽ 2 പഫ് സ്റ്റിച്ച്, ബിക്കോസ് നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബേസ് എത്ര വീതിക്കാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ റോസ് ഇൻക്രീസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ബേസ് നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും. ഇനി ഈ ഒരു സ്പേസിൽ തന്നെ ഒരു പഫ് സ്റ്റിച്ചും കൂടി ഇടാം നമുക്ക്. 1 2 3 4 5. ഇനി നെക്സ്റ്റ് ഉള്ളതിൽ ഒരു പഫ് സ്റ്റിച്ച്. അങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് 4 കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ലാസ്റ്റത്തെ പഫ് സ്റ്റിച്ച് ചെയ്തു, 2 ഇട്ടു, പിന്നെ 1, പിന്നെ ഈ ഒരു ഫസ്റ്റ് പഫ് സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ പ്രീവിയസ് റോളിൽ ചെയ്ത പോലെ തന്നെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബേസ് ഇത്ര മതി. ഇതിലും വലുത് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നെക്സ്റ്റ് റൗണ്ട് 1 1 പഫ് സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ 1 2 1 2 എന്നുള്ള സീക്വൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബേസ് വലുതാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാൻ ഓരോ സ്പേസിലും ഓരോ പഫ് സ്റ്റിച്ച് ഇട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പോവുക. അപ്പോൾ എത്ര ഹൈറ്റിൽ വേണം നമുക്ക് അത്രയും ഹൈറ്റിൽ നമ്മളിങ്ങനെ ഓരോ സ്പേസിലും ഓരോ പഫ് സ്റ്റിച്ച് ഇട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇവിടെ ഞാൻ ഈ ഒരു ബേസ് കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 റോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിൽ വലുപ്പത്തിൽ വേണമെന്നുള്ളത് ഈ ഒരു ബേസ് വെച്ചിട്ടായിരിക്കും ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. കുറച്ചും കൂടി നല്ല വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസ് വലുതായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹൈറ്റ് എത്ര ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ സെയിം റോ ഓരോ സ്പേസിലും ഓരോ പഫ് സ്റ്റിച്ച് വെച്ച് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് റോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന വേറൊരു കളർ എടുത്തിരിക്കുന്നത്, ബിക്കോസ് ഗ്രീൻ കളർ ഇല്ലാത്ത കാരണം ഈ ലൈറ്റ് ഗ്രീൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ഇട്ടതിന് ശേഷം എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് ആ ഒരു സ്പേസിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു സിംഗിൾ ക്രോഷേ ഇടാം. ഇട്ടതിന് ശേഷം ദെൻ ഒരു ചെയിനും കൂടി ഇടുക. എന്നിട്ട് യാൺ ഓവർ ഈ ഒരു പഫ് സ്റ്റിച്ചിൻ്റെ നേരെ ടോപ്പിൽ ഒരു
ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ. അതിനുശേഷം ഈ ഒരു സ്പേസിൽ അഗെയിൻ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. പിന്നെ ഈ പഫ് സ്റ്റിച്ചിൻ്റെ ഇവിടെ ഈ ഒരു സ്പേസിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ. അങ്ങനെ ഈ ഒരു റോ കംപ്ലീറ്റ് നമുക്ക് പഫ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ ഈ സ്പേസിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, അങ്ങനെ ചെയ്തെടുക്കാം. ഇവിടെ ലാസ്റ്റത്തെ ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് റോ കഴിഞ്ഞു. അതേപോലെ തന്നെ സെക്കൻഡ് റോയും 2 ചെയിൻ ഇട്ടിട്ട് യാൻ ഓവർ. ഇനി ഓരോ ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ ടോപ്പിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷേ, അങ്ങനെ ഒരു റൗണ്ടും കൂടി ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട്. ഇനി 1 more റൗണ്ടും കൂടി ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. സോ ഇവിടെ മൂന്നാമത്തെ റോയും ചെയ്തു കഴിഞ്ഞ ശേഷം ഈ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷേൻ്റെ അവിടെ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നമുക്കിത് ജോയിൻ ചെയ്ത് ഒരു ചെയിൻ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സ്ലിപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇതിപ്പോൾ നമുക്ക് എക്സസ് ആയിട്ടുള്ളത് ഈ ഒരു ഹുക്ക് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കിങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ഒരു 2-3 ചെയിൻസിലിങ്ങനെ ഇൻസേർട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ആ ബാക്കിയുള്ള യാണും കൂടി നമുക്ക് കട്ട് ചെയ്യാം. സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 സ്ട്രാൻഡ്സ് ഓഫ് യാൺ എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ സാധാരണ ഹെയർ ബ്രൈഡ് ചെയ്യുന്ന പോലെ ബ്രൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇവിടെ ഒരു നോട്ട് ഇട്ടിട്ട് നമുക്ക് അത് ഈ ബ്രൈഡ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൽ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതിനിങ്ങനെ ടൈ ചെയ്തിട്ട് ഈക്വലായിട്ട് നമ്മളിത് ഡിവൈഡ് ചെയ്യാം. 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ നോർമലി നമ്മൾ ബ്രൈഡ് ചെയ്യുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെ ഇത് ഇങ്ങനെ ചെയ്യാം. ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്നിട്ട് നമുക്കിവിടെ ചെറുതായിട്ടൊന്ന് ടൈ ചെയ്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതിപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെറിയൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ടൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ 1 2 3 4 ഈ രണ്ടും ഇങ്ങനെ ഈക്വലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് 1 2 3 4 5 6 7 2 4 6 7 ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് 7 പഫ് സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 എന്നിട്ട് ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്ത് ഉള്ളിൽ കൊടുത്ത് 2 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും 2 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം ഈ ഒരു 2 കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിങ്ങനെ 2 അല്ല 1 കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്ത് അടുത്ത സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തോട്ടെടുക്കാം. അതേപോലെ തന്നെ ഇവിടെയും ഈ ഒരു പഫ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിലിട്ടിട്ട് നെക്സ്റ്റ് ഉള്ളതിൻ്റെ സ്പേസ് വഴി പുറത്തോട്ടെടുക്കാം. എടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടിയിട്ട് നമുക്കിവിടെ ടൈ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി ടൈ ചെയ്യണം.
സോ ഇവിടെ നമ്മുടെ ബാഗ് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു പാറ്റേൺ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.